ശാപം മൂലം ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു. അതിനാൽ തിരികെ വന്നില്ല. അവൾ ദുഷ്യന്തനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പോകുന്നു. പക്ഷെ വഴിയിൽ വെച്ച് അവളുടെ മോതിരം ഒരു കുളത്തിൽ നഷ്ടമായി. അവൾ കൊട്ടാരത്തിലെത്തി. മോതിരമില്ലാത്തതിനാൽ രാജാവിന് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ശകുന്തളയുടെ ദുഃഖം കണ്ട് ആകാശത്തു നിന്നും ഒരു മിന്നൽ പിണറായി വന്ന് അവളുടെ അമ്മ മേനക അവളെ കൂട്ടിക്കൊണ്ടുപോയി കശ്യപ മഹർഷിയുടെ ആശ്രമത്തിൽ വിടുന്നു. കുളത്തിൽ നിന്നും മുദ്രമോതിരം ഒരു മുക്കുവന് കിട്ടുകയും അത് രാജാവിന് കൊടുക്കുകയും ചെയ്യുന്നു. മോതിരം കണ്ട രാജാവ് എല്ലാം ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം ഇന്ദ്രന്റെ നഗരമായ അമരാവതിയിലെത്തി. അവിടെ കശ്യപന്റെ ആശ്രമത്തിൽ ഒരു കുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും മകനായ ഭരതനായിരുന്നു ഈ കുട്ടി. ആ കുട്ടിയുടെ കയ്യിൽ ഒരു രക്ഷാസൂത്രം ഉണ്ടായിരുന്നു. മാതാപിതാക്കളല്ലാത്ത മറ്റാരെങ്കിലും കുട്ടിയെ സ്പർശിച്ചാൽ കറുത്ത ചരട് ഉടനെ സർപ്പമായി മാറി ദംശിക്കും. രാജാവ് കുട്ടിയെ മടിയിലിരുത്തിയപ്പോൾ ചരട് പൊട്ടിപ്പോകുന്നു. ഇത് കണ്ട ദാസിമാർ പോയി ശകുന്തളയോട് കാര്യങ്ങൾ പറയുന്നു. ശകുന്തള ഓടിയെത്തുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുന്നു.